الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله നല്ലവരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല സന്തോഷവും സമാധാനവും ഉള്ളൊരു ജീവിതം, അതാണ് നമ്മുടെ എല്ലാം ഉദ്ദേശവും. അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇടയ്ക്കിടെ പേടിപ്പെടുത്തുന്ന ചില അനുഭവങ്ങൾ കൂടി നമ്മുടെ ഈ ഐഹിക ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. മരുന്നുകളോട് പ്രതികരിക്കാത്ത വലിയ വലിയ പകർച്ചവ്യാധികൾ, പ്രകൃതി ദുരന്തങ്ങൾ, പേമാരി, അതുപോലുള്ള ഒട്ടനവധി സംഗതികൾ, കലഹങ്ങൾ. എന്തിനാണ് ഇടയ്ക്കിടെ ഇതൊക്കെ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? അല്ലാഹു തആല സൂറത്ത് തൗബയിൽ പറഞ്ഞു ഇത് സംബന്ധമായി, അവലാ യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറത്തൻ ഔ മറത്തൈൻ. അവര് കാണുന്നില്ലേ എല്ലാ വർഷവും ഒന്നോ രണ്ടോ തവണ അവരെ പരീക്ഷിക്കപ്പെടുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള ആളുകളെ സംബന്ധിച്ച് മാത്രമല്ല ഖുർആനി പറയുന്നത്, ഇത് മനുഷ്യകുലത്തിന്റെ ചരിത്രമാണ്. ഓരോ വർഷവും ദുരനുഭവങ്ങൾ, പല രീതിയിലുള്ള ദുരനുഭവങ്ങൾ. എന്നിട്ട് അല്ലാഹു തുടരുന്നു, സുമ്മലാ യതൂബൂന വലാ ഹും യദ്ദക്കറൂൻ. എന്നിട്ടും അവർ പാശ്ചാത്തപിക്കുന്നില്ല, എന്നിട്ടും അവർ ഉത്ബുദ്ധരാകുന്നില്ല, എന്നിട്ടും അവർ അള്ളാഹുവിലേക്ക് മടങ്ങുന്നില്ല. അപ്പോൾ അള്ളാഹുവിലേക്ക് മനുഷ്യൻ മടങ്ങിപ്പോകാൻ, അവനിൽ അഭയം പ്രാപിക്കാൻ അള്ളാഹു ഉണ്ടാക്കുന്നതാണ് ഇത്തരം സംഭവങ്ങൾ എന്നാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ നമ്മോട് പറയുന്നത്. കോഴിക്കുഞ്ഞുങ്ങൾ പേടിച്ചാൽ തള്ളയുടെ ചിറകിനുള്ളിലേക്ക് പോകുന്നത് പോലെ, കുട്ടികൾ പേടിച്ച് കരഞ്ഞാൽ മാതാവിന്റെ മടിയിലേക്കും മാറിലേക്കും അഭയം പ്രാപിക്കുന്നത് പോലെ, ഒരു സത്യവിശ്വാസിക്ക് പേടിയുണ്ടാകുന്ന സമയത്ത് അവൻ അല്ലാഹുവിങ്കൽ അഭയം പ്രാപിക്കണം. അങ്ങനെ ആ അഭയം പ്രാപിക്കൽ ഇടയ്ക്കിടയ്ക്ക് പുതുക്കണമെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം. അതിനു വേണ്ടിയാണ് അള്ളാഹു ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് സൂറത്ത് തൗബയിൽ നമ്മളോട് പറഞ്ഞതാണ് ഈ കാണുന്നത്. ഒന്നുമില്ലെങ്കിൽ തന്നെ അള്ളാഹുവിലേക്കുള്ള അഭയ പ്രഖ്യാപനം ജീവിതത്തിലുടനീളം നടത്തിക്കൊണ്ടിരിക്കാം. നമ്മൾ
പലതും സംസാരിക്കുന്നവരാണ്. ഓരോ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോൾ അവസാനമായി പറയേണ്ട വാക്ക് റസൂലുള്ളാഹി നമ്മെ പഠിപ്പിച്ചു. എന്താണത്? ഇദാ അതൈത മൽജഅക ഫതവല്ലഅ വുളൂഅക ലിസ്സലാ. നീ ഉറങ്ങാൻ കിടക്കാൻ പോവുകയാണെങ്കിൽ നമസ്കാരത്തിന് വുളൂ ചെയ്യാറുള്ളത് പോലെ ഒരു വുളൂ എടുത്തോ. സാധാരണഗതിയിലുള്ള പരിപൂർണമായ ഒരു വുളൂ. സുമ്മ ഉത്തജിഅ അലാ ശിഖ്ഖിക്കൽ അയ്മൻ. പിന്നെ നിന്റെ വലതുഭാഗം ചരിഞ്ഞു കിടക്ക്. ഖബറിൽ കിടത്തുന്നത് പോലെ അങ്ങനെയാണല്ലോ കിടത്താറുള്ളത്. അങ്ങനെ അവിടെ കിടക്ക്. സുമ്മ ഖുൽ, എന്നിട്ട് പറ. എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ അസ്ലംതു വജ്ഹി ഇലൈക്. അല്ലാഹുവേ, ഞാനിതാ എന്നെ നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു. എന്നെ മാത്രമല്ല ഫവ്വൽതു അംരി ഇലൈകി, എന്റെ എല്ലാ കാര്യവും ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. വഅൽജഅതു ലഹരി ഇലൈകി, അഭയത്തിനായി എന്റെ പാർശ്വമിത നിന്നിലേക്ക് ഞാൻ ചേർത്ത് വെക്കുന്നു. എനിക്ക് വേറൊരു സുരക്ഷാ മേഖലയില്ല. എന്നെ നീ കാത്തോളണം, എന്റെ കാര്യങ്ങൾ മുഴുവനും നീ ഏറ്റെടുത്തോളണം. ഇതാണ് ഈ പറയുന്നത്. റഗ്ബത്തൻ വറഹബത്തൻ ഇലൈക്. അങ്ങനെ നിന്നോട് എന്നെ ഏറ്റെടുക്കാൻ, എൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ, അപേക്ഷിക്കാൻ മാത്രമുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. എനിക്ക് ഭയമുണ്ട് നിന്നോട് പറയാൻ. പക്ഷേ നിന്നോട് പറഞ്ഞാൽ നടക്കുമെന്ന പ്രതീക്ഷയും എനിക്കുണ്ട്. ആ ഒരു മാനസികാവസ്ഥയോടുകൂടി ഞാനിതാ റബ്ബേ നിന്നോട് പറയുന്നു, എന്നെ ഏറ്റെടുക്കണേ, എൻ്റെ കാര്യങ്ങൾ മുഴുവനും ഏറ്റെടുക്കണേ. എന്തുകൊണ്ട്? ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക്. നിന്നിൽ നിന്ന് അഭയം പ്രാപിക്കാൻ നിന്നിലേക്കല്ലാതെ മറ്റൊരിടമില്ല. അള്ളാനെ പേടിച്ചിട്ട് വേറെ എവിടെയെങ്കിലും പോകാനുണ്ടോ? ഇല്ല. അള്ളാഹ് നിന്റെ അടുത്തേക്ക് തന്നെ. അതുകൊണ്ട് എന്നെ നീ ഏറ്റെടുക്കണേ. നിന്റെ ഖുർആനിൽ അതാണ് പറയുന്നത്. നിന്റെ റസൂൽ അതാണ് പഠിപ്പിച്ചത്. അത് വിശ്വസിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യലാണ് എൻ്റെ ബാധ്യത. അതുകൊണ്ട് ഇതിനെ തുടർച്ചയായി പറയുന്നു, ആമന്തു ബി കിതാബിക്കല്ലദീ അൻസൽത. നീ ഇറക്കിയ കിതാബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഖുർആനിൽ അതാ ഉള്ളത്. അല്ലാഹുവിൽ അഭയം പ്രാപിക്കണം. വബി നബിയിക്കല്ലദീ അർസൽത. നീ അയച്ച റസൂൽ അതാ പഠിപ്പിച്ചത്, അല്ലാഹുവിൽ അഭയം പ്രാപിക്കണമെന്ന്. ഞാനത് പ്രാവർത്തികമാക്കുന്നു, ഞാനത് വിശ്വസിച്ചിരിക്കുന്നു. ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്കത് കാണാവുന്നതാണ്. അപ്പോൾ അല്ലാഹുവിൽ നിരന്തരമായി എല്ലാ ദിവസവും അഭയം പ്രാപിക്കണം. ഇതിടയ്ക്കിടെ ഓർമ്മപ്പെടുത്താനാണ് ജീവിതത്തിൽ ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നത് എന്ന് അല്ലാഹു തആല തന്നെ പറഞ്ഞു തരികയാണ്. അപ്പൊ ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലാഹുവിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ആ ബന്ധം കൂടുതൽ ഊഷ്മളമാക്കാൻ സാധിക്കും. അല്ലാഹുവായിട്ടുള്ള ബന്ധം അതാ മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പ്രയാസവും അവന് ഖൈറാണ് എന്ന് പറയുന്നത്. അവൻ അല്ലാഹുവിലാണ് അഭയം പ്രാപിക്കുക. വേറെവിടെയും ഒരു മുഅ്മിനായ മനുഷ്യൻ അഭയത്തിനായി പോകില്ല. ഭൂമിയുടെ താളം തെറ്റി, വെള്ളത്തിന്റെ താളം തെറ്റി, ഈ പ്രകൃതിയുടെ താളം തെറ്റി ആരോട് പറയാൻ? ഭൂമിയുടെ സൃഷ്ടാവാരാണോ, ഭൂമിയുടെ ഉടമയാരാണോ, ഭൂമി ആർക്ക് വിധേയമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുവോ അവനോടല്ലാതെ മറ്റാരോട് പറയാൻ? മറ്റാരെ ഏൽപ്പിക്കാൻ? ഇതാണ് ഒരു സത്യവിശ്വാസി എല്ലാ പ്രകൃതി ദുരന്തങ്ങളിലും പ്രയാസങ്ങളിലും അല്ലാഹുവിൽ തവക്കുലാക്കുകയും അവനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നതിന്റെ പിന്നിലെ യുക്തി. ഖുർആനിൽ അല്ലാഹു ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ ഇന്ന് നിലവിലുള്ള വെള്ളമൊക്കെ അങ്ങ് വറ്റി വരണ്ട് ഭൂമി അങ്ങ് ഉണങ്ങിപ്പോയാൽ, നിങ്ങൾക്കൊക്കെ ഭക്ഷണം കഴിക്കാനുള്ള ഈ കൃഷിയൊക്കെ അങ്ങ് നശിച്ചു പോയാൽ, മരങ്ങളും പഴങ്ങളും പൂവുകളും എല്ലാം അങ്ങ് ഉണങ്ങി ദ്രവിച്ചു പോയാൽ ആരുണ്ടാകും സഹായത്തിന്? പലയിടങ്ങളിലായി അള്ളാഹു സൂചിപ്പിക്കുന്നു വിശുദ്ധ ഖുർആനിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ രോഗം മൂർജിച്ചു, ശരീരം ശോഷിച്ചു. ആരിലാണ് പ്രതീക്ഷ? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ ശരീരത്തിന്റെ നിർമ്മാതാവായ, അതിന്റെ സൃഷ്ടാവായ അല്ലാഹുവിലാണ്.
അപ്പൊ നമ്മുടെ ആലോചനകളിൽ, നമ്മുടെ അനുഭവങ്ങളിൽ ഇതെല്ലാം കയറി വരുന്ന സമയത്ത് ഒന്നുകൂടി അള്ളാഹുവിലേക്ക് ചേർന്ന് നിൽക്കുക. നമ്മൾ പറയുക, ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക്, ഇല്ല റബ്ബേ, നിന്നിൽ നിന്ന് നിന്നിലേക്കല്ലാതെ അഭയമില്ല, നിന്നിലേക്കല്ലാതെ എനിക്കൊരു സുരക്ഷാ മേഖലയില്ല. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് രോഗമായി നമുക്കറിയാം. ഒരു സൂചി കുത്താൻ ഇടമില്ലാതെ ശരീരത്തിൽ മുഴുവൻ ഭാഗത്തും രോഗം ബാധിച്ചു. മനുഷ്യകുലം അയ്യൂബ് അലൈഹിസ്സലാമിനെ കൈയൊഴിഞ്ഞു. ആ സന്ദർഭത്തിൽ അയ്യൂബ് നബി അലൈഹിസ്സലാം അഭയം പ്രാപിച്ചത് അല്ലാഹുവിലാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വാ അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റഹീമീൻ. അയ്യൂബിനെ നീ ഓർമ്മിക്കണം. അയ്യൂബ് തന്റെ നാഥനെ വിളിച്ച് പ്രാർത്ഥിച്ച സന്ദർഭമാണ് ഓർമ്മിക്കേണ്ടത്. എന്നിട്ട് എന്താണ് പറഞ്ഞത്? അന്നീ മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റഹീമീൻ, എനിക്ക് കഷ്ടത ബാധിച്ചിരിക്കുന്നു, നീ പരമകാരുണികനാണല്ലോ നാഥ, എന്നെ പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവോട് ചേർന്ന് നിൽക്കുകയാണ് അയ്യൂബ് അലൈഹിസ്സലാം. അള്ളാഹു എന്ത് പറഞ്ഞു? ഫസ്തജബ്നാ ലഹു, അയ്യൂബിന് നമ്മൾ ഉത്തരം ചെയ്തു. ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരിൻ, അദ്ദേഹത്തിന്റെ കഷ്ടതകളൊക്കെ തീർത്തു കൊടുത്തു. വആതൈനാഹു അഹ്ലഹു വമിസ്ലഹും മഅഹും, അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട മക്കളെയും കുടുംബത്തെയും അതുപോലെ അതിനിരട്ടിയും അല്ലാഹു തആല തിരിച്ചു കൊടുത്തു. റഹ്മത്തൻ മിൻ ഇൻദിനാ, ഇത് അല്ലാഹുവിന്റെ കാരുണ്യമാണ്. വദിക്റാ ലിൽ ആബിദീൻ, അല്ലാഹുവിന് നിരന്തരമായി ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു സ്മരണയും ഓർമ്മപ്പെടുത്തലുമാണിത്. നമ്മൾ അല്ലാഹുവിനെയാണ് ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന അവന്റെ ദാസന്മാരാണെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ അല്ലാഹുവിനോട് ചേർന്ന് നിൽക്കണമെന്ന ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയാണ് അയ്യൂബിന്റെ കഥ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞു തരുന്നതെന്ന് അല്ലാഹു തന്നെ പറയാം. ഈ സംഭവം സൂറ സ്വാദിലൂടെ അല്ലാഹു തആല മറ്റൊരു രൂപത്തിൽ പറയുകയാണ്. വദ്കുർ അബ്ദനാ അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനിയ ശൈത്വാനു ബിനുസ്ബിൻ വഅദാബ്. അയ്യൂബ് അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, നാഥ, എനിക്കിതാ അവശതയും പീഡനവും പിശാച് ബാധിപ്പിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് ശമനം നൽകണമേ എന്ന രീതിയിൽ അയ്യൂബ് പ്രാർത്ഥിച്ചപ്പോ അല്ലാഹു തആല അനങ്ങാൻ കഴിയാതെ കിടക്കുന്ന അയ്യൂബിനോടൊരു കൽപ്പന. എന്താ കൽപ്പന? ഉർക്കുദ് ബിരിജ്ലിക ഹാദാ മുഗ്തസലും ബാരിദും വശറാബ്. സൂറ സ്വാദ്, നീ നിന്റെ കാലുകൊണ്ട് ഭൂമിയിൽ ചവിട്ടുക. റക്കവ എന്ന് പറഞ്ഞാൽ സാധാരണ നടത്തമല്ല, ഇടയ്ക്കിടെ ഒരു ചവിട്ട് കൊടുക്കുക ഭൂമിയിൽ. അവിടെ നിന്ന് നല്ല അരുവികൾ പൊട്ടിയൊലിക്കട്ടെ, സ്നാനം ചെയ്യാൻ, നീരാടാൻ, കുളിക്കാൻ, കുടിക്കാൻ തണുത്ത വെള്ളം പൊട്ടി ഒഴുകട്ടെ, അതിനു വേണ്ടി നീ ഭൂമിയിൽ ചവിട്ടുക എന്ന് രോഗത്തിൽ കിടക്കുന്ന അയ്യൂബിനോട് സന്ദേശവുമായി വന്നത് ജിബ്രീൽ അലൈഹിസ്സലാമിനോടല്ല ചവിട്ടാൻ പറഞ്ഞത്. ജിബ്രീൽ ചവിട്ടിയാൽ തന്നെ വലിയ അത്ഭുതമാണ്. പക്ഷേ അതിനേക്കാൾ അത്ഭുതമാണ് തിരിഞ്ഞു കിടക്കാൻ പറ്റാത്ത അയ്യൂബ് അലൈഹിസ്സലാമിനോട്, നീ ഇങ്ങനെ കിടക്കുകയാണോ, എഴുന്നേറ്റ് നടക്കൂ, ചവിട്ടൂ ഭൂമിയിൽ, ആരോഗ്യവാനായി പോകൂ എന്ന് അല്ലാഹു തആല പറയുന്ന ആ സന്ദർഭം താമസിപ്പിച്ചിട്ടില്ല. അള്ളാഹിനോട് ദുആ ചെയ്തപ്പോ ചേർന്ന് നിൽക്കേണ്ടതുപോലെ അള്ളാഹുവിനോട് ചേർന്ന് നിന്നതിന്റെ ഫലമാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം അനുഭവിച്ചത്. അപ്പൊ അള്ളാഹുവിൽ അഭയം പ്രാപിക്കണം. ഏത് പ്രയാസത്തിലും അള്ളാഹുവിൽ അഭയം പ്രാപിക്കണം. അള്ളാഹുവിൽ അഭയം പ്രാപിക്കുക എന്നത് മനുഷ്യ പ്രകൃതിയുടെ തേട്ടമാണ്. അതുകൊണ്ടാണല്ലോ മുശ്രിക്കുകൾ പോലും ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ ഇനി ഒരു പഴുതുമില്ല എന്ന് ബോധ്യപ്പെടുന്ന സമയത്ത് മുശ്രിക്കിന്റെ മനസ്സ് പോലും അള്ളാഹുവിലേക്ക് ചേർന്നു നിൽക്കും. അള്ളാഹ് പറയുന്നുണ്ട് ഖുർആനിൽ. അപ്പൊ വേറെ ആരും ഉണ്ടാവൂല, ഒരു ഗത്യന്തരവും ഇല്ലെങ്കിൽ വേറെ ആരും ഉണ്ടാവൂല. ആ മുശ്രിക്കിന്റെ മനസ്സ് പോലും അള്ളാഹുവിലേക്ക് ചേർന്ന് നിൽക്കും. ആ അള്ളാഹുവിനോട് എല്ലാ സന്ദർഭത്തിലും നിങ്ങളുടെ മനസ്സ് ചേർന്ന് നിൽക്കട്ടെ. കടലിൽ ദൂരത്താണ്, കാറ്റിന്റെ ശക്തി കൂടിയിട്ടുണ്ട്,
മേഘം മൂടിയിട്ടുണ്ട്, ഇടിവെട്ടുന്നുണ്ട്, മിന്നലുണ്ട്, കൂരിരുട്ടുണ്ട്, കാർമേഘം ശക്തി പ്രാപിച്ചിരിക്കുകയാണ്, കടലിന്റെ ഗതി മാറിയിരിക്കുന്നു, തിരമാലകൾ പർവ്വതങ്ങൾ കണക്കെ അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്നു, മരണം തൊട്ട് മുന്നിലാണ്, സുരക്ഷിതത്വമൊന്നുമില്ല. ആ സമയത്ത് മുശ്രിക്കിന്റെ മനസ്സ് അള്ളാഹുവിലേക്ക് ചേർന്ന് നിൽക്കുന്നു. കാപട്യത്തിന്റെ ചേർന്ന് നിൽക്കലല്ല, മാനുഷികമായി മനുഷ്യ പ്രകൃതമനുസരിച്ച് ഇഖ്ലാസിന്റെ ആത്മാർത്ഥമായ ചേർന്ന് നിൽക്കൽ. മുശ്രിക്കിന്റെ മനസ്സ് പോലും അള്ളാഹുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് പറയുന്നു, ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഈ വണക്കത്തെ അള്ളാഹുവിന് നിഷ്കളങ്കമാക്കിയിട്ട മുശ്രിക്ക് വരെ അള്ളാഹിനോട് ദുആ ചെയ്യുന്നു, ലഇൻ അൻജൈതനാ മിൻ ഹാദിഹി ലനകൂനന്ന മിനശ് ശാകിരീൻ. ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി തന്നാൽ ഞങ്ങൾ നന്ദിയുള്ളവരായേക്കാം, നന്ദിയുള്ളവരായി ജീവിച്ചോളാം. അള്ളാഹ്ക്ക് വാക്ക് കൊടുക്കുകയാണ്. അള്ളാഹു അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊടുക്കുന്നു. പക്ഷേ അവർ അവരുടെ പഴയ പടിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. നാഥനും ദാസനും തമ്മിലുള്ള ബന്ധം സാധാരണഗതിയിലുള്ള ഒരു മസ്ലഹത്തിന്റെ ബന്ധമല്ല. അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ബന്ധം, മസ്ലഹത്തിന്റെ ബന്ധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സാധാരണഗതിയിൽ പറയാറില്ലേ, ഇങ്ങോട്ട് വന്ന് കണ്ടാൽ ഞാൻ അങ്ങോട്ടും പോയി കാണും, ഇങ്ങോട്ട് വരുന്നില്ലേ അങ്ങോട്ടില്ല, ഇങ്ങോട്ടൊരു പാരിതോഷികം തന്നാലും ഞാൻ അങ്ങോട്ടും കൊടുക്കും, ഇല്ലെങ്കിൽ ഇല്ല. ഈ രൂപത്തിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ബന്ധമല്ല അള്ളാഹുവായിട്ടുള്ള ബന്ധം. പിന്നെയോ അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധമാണ്. സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധമാണ്. സൃഷ്ടിച്ചവനായ അള്ളാഹു, ഉടമയായ അള്ളാഹു, എല്ലാ അനുഗ്രഹങ്ങളും തന്നവനായ അള്ളാഹു, എന്തും കൽപ്പിക്കാൻ അധികാരമുള്ളവനായ അള്ളാഹു, എന്തും വിരോധിക്കാൻ അർഹതയുള്ളവനായ അള്ളാഹു, ആ കൽപ്പിച്ചതും വിരോധിച്ചതും കൊണ്ട് നടക്കുകയാണെങ്കിൽ, ജീവിതത്തിൽ അനുസരണയോടെ ജീവിക്കുകയാണെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നവനായ അള്ളാഹു, അള്ളാഹ് വിരോധിച്ചത് ചെയ്യുകയാണെങ്കിൽ വെറുക്കുന്നവനായ അള്ളാഹു, ആ അള്ളാഹുവായിട്ടുള്ള ബന്ധാണ് ദാസനും നാഥനും തമ്മിലുള്ള ബന്ധം, അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധം, നമ്മളും അള്ളാഹുവും തമ്മിലുള്ള ബന്ധം ആ ബന്ധാണ്. അതുകൊണ്ട് പരിപൂർണമായിട്ട് അള്ളാഹുവിൽ സമർപ്പിക്കണം. ഒരു കളങ്കവുമില്ലാതെ ആ ബന്ധം ഊഷ്മളമാക്കണം. അതിനു വേണ്ടിയാ അല്ലാഹു തആല ചില ദുരന്തങ്ങളും ചില സംഗതികളൊക്കെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ചേർന്ന് നിൽക്കലുണ്ടല്ലോ, അതാണ് അള്ളാഹു നമ്മിൽ നിന്ന് ആകെ ആവശ്യപ്പെടുന്നത്, വേറൊന്നുമില്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, അദ്ദുആഉ ഹുവൽ ഇബാദ, അദ്ദുആഉ ഹുവൽ ഇബാദ. നിങ്ങളുടെ ആ ദുആ ഉണ്ടല്ലോ, ആ പ്രാർത്ഥന, അള്ളാഹുവിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് എന്നെ കാത്തോളണേ എന്ന് പറയുന്ന മാനസിക അവസ്ഥ ഉണ്ടല്ലോ, അതാണ് ഇബാദത്ത്. അതായത് ഒരു അബ്ദ് ചെയ്യുന്ന ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ആകസാരം ദുആയാണ്. ഒന്ന് മലയാളത്തിലാക്കിയാൽ ഒരു ദാസൻ ചെയ്യുന്ന ദാസ്യവേല, അള്ളാഹ്ക്ക് ചെയ്യുന്ന മുഴുവൻ ദാസ്യവേലയും അത് ദുആയാണ്. അതിൽ കവിഞ്ഞ് വേറൊന്നുമില്ല. അല്ലാതെ അള്ളാന്റെ അടിമയാണ് എന്ന് കരുതിയിട്ട് അവിടെ പോയി കുറെ പണിയെടുത്തു കൊടുക്കുക. സാധാരണഗതിയിൽ അങ്ങനെയാണല്ലോ ദാസന്മാര്, ഉടമക്ക് എന്തെങ്കിലും പണിയെടുത്തു കൊടുക്കുക. അതൊന്നും അള്ളാഹ്ക്ക് വേണ്ട. അള്ളാഹ്ക്ക് ആകെ വേണ്ടത് അള്ളയായിട്ടൊന്ന് ചേർന്ന് നിന്ന് കൊടുക്കണം, അള്ളാഹുവിനോട് അപേക്ഷിക്കണം. എനിക്ക് നീയേ ഉള്ളൂ എന്ന് മനസ്സുകൊണ്ട് വിശ്വസിച്ച് ഇടയ്ക്കിടെ അള്ളാഹിനോട് പറയണം. ആ ചേർന്ന് നിൽക്കലിന്റെ പേരാണ് പരിശുദ്ധ ദീനി എന്ന്. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി വഅന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله الفائزين برضا الله أوصيكم عباد الله وإياي بتقوى الله. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിനിടയിൽ ഏജന്റുമാരില്ല.
അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായൊരു തത്വമാണ്. പള്ളിയിൽ കയറി വരുന്നു, മുഅ്മിനായ മനുഷ്യൻ അള്ളാഹുവിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു, ഖിബിലയിലേക്ക് തിരിഞ്ഞു നിന്ന് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. ആ നമസ്കാരത്തിൽ എന്തൊക്കെയാ അള്ളാഹിനോട് ദുആ ചെയ്യുന്നത്? സാധാരണഗതിയിൽ ഏജന്റുമാര് വേണം എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾ പറയും, നമ്മൾ നേരിട്ട് ദുആ ചെയ്താൽ അള്ളാഹ് കേൾക്കൂല, അള്ളാഹ് അംഗീകരിക്കൂല. അള്ളാഹു അംഗീകരിക്കണമെങ്കിൽ മധ്യവർത്തികൾ വേണം. അങ്ങനെയാണ് പിന്നെ എങ്ങനെ നിസ്കരിക്കുക? സുജൂദിൽ അള്ളാഹിനോട് എങ്ങനെ ദ്വാരിക്കുക? ഏജന്റുമാരോ മുഖേന മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ അപ്പൊ ഇസ്ലാമിൽ അള്ളാഹുവും അടിമയും തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ നമ്മൾ കേട്ടു, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പോലും ഓരോ മുഅ്മിനായ മനുഷ്യനും അവനെ അള്ളാഹുവിന് സമർപ്പിക്കുന്നത്. അങ്ങനെ സമർപ്പിക്കുമ്പോൾ ഇല്ല, അവിടെ വേറെ ഏജന്റുമാരില്ല. ഇതാരെയും അവഗണിക്കാനോ നിസ്സാരവൽക്കരിക്കാനോ പറയുന്നതല്ല. എല്ലാവരെയും ബഹുമാനിക്കണം, എല്ലാവരെയും ആദരിക്കണം, പക്ഷെ ആരാധിക്കരുത്. ആരാധന അള്ളാഹുവിന് മാത്രമാണ്. എന്നാൽ ഏജന്റുമാണ്, അതുപോലെ തന്നെ മധ്യവർത്തികൾ വേണം എന്ന ചിന്താഗതിയിൽ നിന്നാണ് പൗരോഹിത്യവും സൃഷ്ടിപൂജയും ഉടലെടുക്കുന്നത്. ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാം മതത്തിലേക്ക് പൗരോഹിത്യം കയറി വരും, സൃഷ്ടിപൂജ കയറി വരും. ഈ ഒരു ചിന്താഗതി ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല ഇസ്ലാമിൽ. ഏജന്റുമാര് വേണം എന്ന ചിന്ത അതിനൊരുപാട് പഴക്കമുണ്ട്. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ട് ഏതാണ്ട് ഒരു 10 നൂറ്റാണ്ട് കഴിയുമ്പോഴേക്ക് അവരുടെ മക്കളുടെ മക്കളിൽ ഈ ഒരു ചിന്താഗതി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ അതുപോലെ തന്നെ തിരുസുന്നത്തും നമുക്ക് പറഞ്ഞു തരുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കാന ബൈന നൂഹിൻ വ ആദമ അശറത്തു ഖുറൂൻ, ആദമിനും നൂഹിനും ഇടയിൽ 10 നൂറ്റാണ്ട് കാലം പഴക്കമുണ്ട്, ദൈർഘ്യമുണ്ട്. കുല്ലുഹും അലാ ശരീഅത്തിൻ മിനൽ ഹഖ്, അവരെല്ലാവരും യഥാർത്ഥ ശരീഅത്തിന്റെ ആളുകളായിരുന്നു, തൗഹീദിന്റെ ആളുകളായിരുന്നു. ഈ 10 തലമുറ, 10 നൂറ്റാണ്ട്. അങ്ങനെ ഫഖ്തലഫു വബഅസല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീൻ, മുസ്തദ്രക്ക് എന്ന ഹദീസിന്റെ ഗ്രന്ഥത്തിൽ കാണാം. പിന്നെയാണ് അഭിപ്രായ വ്യത്യാസം തുടങ്ങിയത്. ഏജന്റ് വേണ്ടേ, ഇടയാളം വേണ്ടേ, അല്ല വേണോ എന്നുള്ള അഭിപ്രായ വ്യത്യാസം തുടങ്ങിയത്. അപ്പോഴാണ് അല്ലാഹു തആല അതിനു വേണ്ടി, അത് തിരുത്താൻ വേണ്ടിയാണ് അല്ലാഹു നൂഹ് നബി അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചത്. അതായത് അവരുണ്ടാക്കിയ ഏജന്റുമാരാരാ? വലിയ സാലിഹീങ്ങളായ 5 ആളുകളെ ഖുർആൻ അത് പറഞ്ഞു തരുന്നു. വഖാലൂ ലാ തദറുന്ന ആലിഹതക്കും വലാ തദറുന്ന വദ്ദം വലാ സുവാഅൻ വലാ യഊസ വയഊഖ വനസ്റ. സൂറ നൂഹ്. നിങ്ങൾ ഈ പേര് പറയപ്പെട്ട 5 ആളുകളെ ഒഴിവാക്കരുത്. അവരെ മധ്യവർത്തികളായി കണ്ട്, അവരെ ഏജന്റുമാരായി കണ്ടുകൊണ്ടാകണം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. വളരെ വ്യക്തമായി ഈ ആയത്തിനെ വിശദീകരിക്കുന്നു ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി. അതുപോലെ തഫ്സീറുൽ ഹാസിനിലും കാണാം, അസ്മാഉ ഖൗമിൻ സാലിഹീന കാനൂ ബൈന ആദമ വനൂഹ്, നൂഹിന്റെയും ആദമിന്റെയും ഇടയിൽ ജീവിച്ച സാലിഹീങ്ങളായ 5 ഔലിയാക്കന്മാരായിരുന്നു ഈ ആളുകൾ. ഫലമ്മ മാത്തു, അങ്ങനെ അവരങ്ങ് മരണപ്പെട്ടു പോയപ്പോ അവരെ പിന്തുടരുന്ന ഒരു ഗേങ് ആ നാട്ടിലുണ്ടായി. ആ പിന്തുടരുന്ന ഗേങ് നാട്ടിലുണ്ടായപ്പോ അവർ ചെയ്തിരുന്ന പ്രവർത്തനങ്ങൾ എന്താ? ഈ മഹാന്മാരായ മഹത്തുക്കൾ ജീവിച്ചതുപോലെ ജീവിക്കാൻ ശ്രമിച്ചു. വളരെ വ്യക്തമായി നമുക്കിത് പറഞ്ഞു തരുന്നുണ്ട് മുഫസ്സിറുകൾ. വയഖുദൂന ബഅദഹും മാ അഖദഹും, എങ്ങനെയാണോ അവർ ജീവിച്ചത് അതുപോലെ ജീവിക്കാനും അതുപോലെ ഇബാദത്ത് എടുക്കാനും തുടങ്ങി. അങ്ങനെ അവർ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ അടുത്ത തലമുറ വന്നു. ആ തലമുറ വന്നപ്പോൾ അവരോട് ഇബ്ലീസ് പറഞ്ഞു, നിങ്ങൾ ഈ 5 ആളുകളെയാണല്ലോ ഫോളോ ചെയ്യുന്നത്, അവരെയാണല്ലോ അനുകരിക്കുന്നത്, അവരെ ഇബാദത്ത് ചെയ്തതുപോലെയാണല്ലോ ഇബാദത്ത് ചെയ്യുന്നത്. എന്നാൽ ഈ പിൻതലമുറയിലുള്ള ആളുകൾക്ക് മുൻഗാമികളായ മഹത്തുക്കളെ അറിയില്ല. നിങ്ങൾ അവരുടെ രൂപം ഉണ്ടാക്കി വെച്ചാൽ അവർക്ക് കൂടി അതൊരാവേശമാകും. അങ്ങനെ രൂപം ഉണ്ടാക്കി വെച്ചു, അന്നൊന്നും ആരാധിച്ചിട്ടില്ല. ഒരു തലമുറ വീണ്ടും കഴിഞ്ഞപ്പോ
അടുത്ത തലമുറയോട് ഇബ്ലീസ് പറഞ്ഞു, നിങ്ങളുടെ മുൻഗാമികൾ, നിങ്ങളുടെ പിതാക്കന്മാര് എന്തിനാണ് ഈ 5 മഹത്തുക്കളുടെ രൂപം ഉണ്ടാക്കി വെച്ചതെന്ന് നിങ്ങൾ അറിയോ? അവർ ഇവരെ ആരാധിക്കാറുണ്ടായിരുന്നുവെന്ന്. അങ്ങനെയാണ് ആരാധന തുടങ്ങിയത്. അതിനെ നിരോധിക്കാൻ അല്ലാഹു തആല പറഞ്ഞയച്ച ആദ്യത്തെ റസൂലാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. നാട്ടുകാരി കൂട്ടാക്കിയില്ല, ഒരു റസൂല് വന്ന് പറഞ്ഞിട്ടും കൂട്ടാക്കിയില്ല. അവരെ അല്ലാഹു തആല വലിയ പ്രളയത്തിലൂടെ നശിപ്പിച്ചത് വിശുദ്ധ ഖുർആൻ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പല ന്യായങ്ങളും പറയും ഈ ഏജന്റുമാരെ സ്വീകരിക്കാൻ. നാടൻ ഉദാഹരണങ്ങളാ പറയാം. ഏജന്റുമാരില്ലാതെ വല്ല കാര്യവും നടക്കുമോ? അള്ളാഹുവും അടിമയും തമ്മിലുള്ള ബന്ധത്തിന് ഏജന്റുമാരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ന്യായങ്ങളാ. ഏത് റബ്ബ്, ഏത് അള്ളാഹു? നമ്മൾ പറഞ്ഞതല്ല നമ്മളെ ഉണ്ടാക്കാൻ അള്ളാഹുവിനോട്. നമ്മൾ പറഞ്ഞിട്ടല്ല അള്ളാഹു നമ്മെ ഉണ്ടാക്കിയത്. നമുക്ക് ഗർഭാശയത്തിൽ വെച്ച് ആ റൂഹ് നൽകിയത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടല്ല. ആ സമയത്ത് നമുക്ക് ഭക്ഷണം തന്നത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടല്ല. ആ സമയത്തൊക്കെ എന്താണോ നമുക്ക് വേണ്ടത് അത് മുഴുവനും തന്ന നമ്മുടെ റബ്ബ്. ആ റബ്ബിന്റെ മുന്നിൽ നമ്മുടെ ഭാവിയിലുള്ള ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പറയാൻ ഏജന്റ് വേണമെന്ന് പറയുന്ന ശിർക്കൻ വിശ്വാസങ്ങൾ, അതിന്റെ പിന്നാലെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ പറയും ഇവരൊക്കെ ശുപാർശക്കാരാണ്, ഞങ്ങൾക്ക് ശുപാർശ ചെയ്യുന്ന ആളുകളാണ്. ഒരുപാട് പറയേണ്ടതാണ്, ദീർഘിപ്പിക്കുന്നില്ല. അള്ളാഹു ഖുർആനിൽ വളരെ വ്യക്തമായി ചില ആയത്തുകളിലൂടെ ഇതിനെ ഗണ്ണിച്ചു. അതിൽപ്പെട്ട ഒരു ഗണ്ണനമാണ് സൂറ യൂനുസിലെ 18-ാമത്തെ വചനം. അല്ലാഹു തആല പറയുകയാണ്, വയഖൂലൂന, അവർ പറയുന്നു, ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, ഇവരൊക്കെ ഞങ്ങളുടെ ശുപാർശക്കാരാണ് അല്ലാഹുവിങ്കൽ. അള്ളാഹു ആണ് എന്ന വിശ്വാസത്തിലല്ല, അള്ളാഹുവോട് കാര്യങ്ങൾ പറഞ്ഞു നേടിത്തരുന്ന ശുപാർശകരാണ്. അള്ളാഹ് പറയാ, ഖുൽ അതുനബ്ബിഊനല്ലാഹ ബിമാ ലാ യഅലം, അള്ളാഹു അറിയാത്തത് നിങ്ങൾ അള്ളാഹനെ പഠിപ്പിക്കുകയാണോ? ഫിസ്സമാവാതി വലാ ഫിൽ അർള്, ആകാശത്തോ ഭൂമിയിലോ ഉള്ളതായി അള്ളാഹു അറിയാത്ത സംഗതി നിങ്ങൾ തിരിഞ്ഞു നിന്ന് അള്ളാഹനെ പഠിപ്പിക്കുകയാണോ? സുബ്ഹാനഹു, നിങ്ങൾ ഈ പറയുന്നതിൽ നിന്നൊക്കെ അള്ളാഹു എത്ര പരിശുദ്ധനാണ്. അവരത്ര ഉന്നതനാണ്. അമ്മാ യുശ്രികൂൻ, നിങ്ങളുടെ ഈ ശിർക്കൻ വിശ്വാസത്തെ തൊട്ട് അള്ളാഹു എത്രയോ ഉന്നതനാണ്. അള്ളാഹ് പാർട്ണർമാരെ വെച്ചിട്ടില്ല, അള്ളാഹു ശുപാർശകന്മാരെ വെച്ചിട്ടില്ല. അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധത്തിൽ അവർ അള്ളാഹുവിലേക്ക് തന്നെയാണ് മടങ്ങേണ്ടത്. ഈ ആയത്തിൽ 5 കാര്യങ്ങൾ അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഒന്ന്, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും എന്ന ഭാഗമാണ്. ഒരു ഉപകാരവും ചെയ്യാത്ത, സ്വന്തത്തിൽ ഒരു ഉപകാരവും ചെയ്യാത്തവരെയാണ് ആരാധിക്കുന്നത്. അപ്പൊ സാധാരണഗതിയിൽ പറയാറുള്ളത്, ശിർക്കിന്റെ ആളുകൾ സ്വന്തം ഉപകാരം ചെയ്യും, ഉപദ്രവം ചെയ്യും എന്ന വിശ്വാസത്തോടു കൂടി അല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങനല്ല അല്ലാഹ് തന്നെ പറയാണ്. ആ ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം ഉപകാരമോ ഉപദ്രവോ ചെയ്യാൻ കഴിയുന്ന ആരും ഇല്ല എന്ന് അല്ലാഹു തആല പറയുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, രണ്ടാമത്തെ സംഗതി, ശുപാർശ ചെയ്യുമെന്നത് മൂഢധാരണയാണ്. ഈ ആയത്തിലെ മെയിൻ പോയിന്റാണ്. മൂന്നാമതായി അല്ലാഹു തആല പറയുകയാണ്, ആ വാദം അള്ളാഹുവിനെ അങ്ങോട്ട് ദീന് പഠിപ്പിക്കലാണ്. അള്ളാഹ് ഇങ്ങോട്ടല്ലേ പഠിപ്പിക്കേണ്ടത്, അള്ളാന്റെ അടുത്ത് എങ്ങനെ പോകണം? അത് അള്ളാൻ അങ്ങോട്ട് ദീന് പഠിപ്പിക്കലാണ്. അതുപോലെ ആ ആരാധനാ രീതി ശിർക്കാണ്. അതുകൊണ്ട് നിങ്ങൾ അത് ഒഴിവാക്കണം. അള്ളാഹു നിങ്ങളുടെ ആ ശിർക്കൻ ചിന്താഗതികളിൽ നിന്നെല്ലാം പരിശുദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അത് അവസാനിപ്പിക്കുന്നത്. പരിപൂർണമായ തൗഹീദിൽ ഉറച്ചു നിന്ന് അശേഷം ശിർക്കില്ലാതെ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് നൽകിയ ഈമാൻ ഒരു പോറലുമേൽക്കാതെ പ്രകാശിക്കുന്ന ഈമാനോടുകൂടി നിന്നെ കണ്ടുമുട്ടാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. മുസ്ലിമായി ഇവിടെ ജീവിക്കാൻ, അവസാനം ഈമാനോടുകൂടി മരണപ്പെടാനും തൗഫീഖ് നൽകണേ റഹ്മാനെ. അള്ളാഹുവേ, ബോധപൂർവം കലിമ ഷഹാദ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അതിന്റെ ആശയം ഉൾക്കൊണ്ട് ഉച്ചരിച്ച് മരണപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ.
സാലിഹീങ്ങളോടൊപ്പം, സാദാത്തുക്കളോടൊപ്പം, അമ്പിയാക്കളോടൊപ്പം നിന്റെ സ്വർഗ്ഗ ലോകത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. അവരെല്ലാം സഞ്ചരിച്ച പാതയിലൂടെ ജീവിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.